ഒരു വർഷം മുന്നേ നമ്മളെ കാർ ഒഴിവാക്കിയിട്ട് ഓട്ടോ യാത്ര എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ വരുന്നത്. അങ്ങനെ ഒരു 8 മാസം ഒരു പ്രിപ്പറേഷനാണ് ഇപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ളത്. ഒരു ചെറിയ സെറ്റപ്പിൽ പോകാൻ വിചാരിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ യാത്രകളാണ് ശരിക്കും നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നമ്മളെ ക്യാരക്ടറുകളെ നമ്മളെ ഒരുപാട് തിരിച്ചറിവുകളും കാര്യങ്ങളൊക്കെ തരേണ്ടത്. യാത്രകളാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവങ്ങളും. അപ്പം അങ്ങനെ നമ്മൾ വലിയൊരു ആഗ്രഹം, നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് തന്നെ ഇതിലോട്ട് എത്താൻ വേണ്ടി കുറേ സമയം പിടിച്ചു. ഫണ്ട് റേസ് ചെയ്യാനും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു 150 ഡേയ്സിൻ്റെ ഒരു പരിപാടിയാണ്. 100-150 ദിവസത്തെ ഒരു പരിപാടിയാണ്. അത് മാത്രമല്ല ഓൾ ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളും കവർ ചെയ്യണം. അവിടുത്തെ സംസ്കാരങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണം, മനസ്സിലാക്കണം, പ്രേക്ഷകർക്ക് കൊടുക്കണം എന്നുണ്ട്. അതുപോലെ നേപ്പാൾ, ഭൂട്ടാൻ. നേപ്പാളാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഹിമാലയൻ ബേസ് ക്യാമ്പ്, ഗോൾഡൻ എവറസ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ കയറാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സെറ്റപ്പുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ് ബാക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഒരു കംഫർട്ട് സോണിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ടെൻറ്റിലാണ് നമ്മളെ ഉറങ്ങണത്. നമ്മളെ സ്റ്റേ ടെൻറ്റാണ് വരിക. പിന്നെ ഇതിൽ നമ്മൾ പാചകം ചെയ്യുകയാണ് ചെയ്യുക, ഡേ ആൻഡ് നൈറ്റ്, പകൽ അങ്ങനെ വരിക. 2 ഫാനും കാര്യങ്ങളും, CCTV സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു CCTV, ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ, അങ്ങനത്തെ. പിന്നെ ഈ രാത്രിക്കത്തെ എല്ലാ മെയിൻ്റെനൻസിനും വേണ്ടിയിട്ട്, കറണ്ട് ഉപയോഗത്തിനും വേണ്ടിയിട്ട് നമ്മൾ സോളാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോളാർ ആകുമ്പോൾ ഇതിമ വെച്ചിട്ടുള്ള എന്താ വെച്ചാൽ ലിഥിയം ബാറ്ററിയാണ്. അത് നമ്മൾ സാധാ ബൈക്കിൻ്റെ എയ്തറിൻ്റെ ബാറ്ററിയാണ് ഇതിമ വെച്ചിട്ടുള്ളത്. അത് നമ്മൾ മൊബൈലിനെ പോലെ 0 ആയി പറ്റ ഡൗൺ ആയാലും അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഇതിന് ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് ഈ വൈകുന്നേരമുള്ള 6 to 10 വരെയുള്ള നമ്മളെല്ലാ കാര്യങ്ങളും സോളാറിൽ നടക്കും. അതുകൊണ്ട് ആ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ സോളാർ വെച്ചിട്ടുള്ളത്. നമ്മൾ സ്വാഭാവികമായിട്ട് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ എടുക്കുന്ന സമയത്താണ് മൂപ്പർ പറഞ്ഞത് ഇങ്ങനെ ഇതിലോട്ടുള്ള ആളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ മൂപ്പരുതായിട്ടുള്ള ശൈലിയിൽ മൂപ്പര് യാത്രനോട് എങ്ങനെയാണെന്നുള്ളത്, യാത്രയെ പറ്റിയിട്ടൊക്കെ മൂപ്പര് നമ്മളോട് സംസാരിച്ചു വാട്സപ്പിലൂടെ. പിന്നെ അതിനുള്ള മറുപടി നമ്മൾ അങ്ങോട്ടും കൊണ്ട് കൊടുത്തു. അപ്പോൾ മൂപ്പർക്ക് നമ്മളൊരു ആപ്പാണെന്ന് തോന്നി. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഓക്കെ നമുക്ക് തീരുമാനിക്കാം. പിന്നെ കുറച്ച് ടൈം എടുത്തു. ഇവിടെ വന്ന് മൂപ്പരെ കണ്ടു, സംസാരിച്ചു. അങ്ങനെയാണ് ഇതിലോട്ട് കൺഫേം ആയിട്ടുള്ളത്. ഞാൻ ഇതേമാതിരി പിന്നെ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റയിൽ ഞാൻ പ്രവാസിയായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ലോങ് കൊടുക്കുകയും പോകണം എന്നൊക്കെ, ട്രിപ്പൊക്കെ പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് കഴിഞ്ഞില്ല, സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അതിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ വന്നാലും ഇതേമാതിരി ഇങ്ങനെ റീലൊക്കെ ഇൻസ്റ്റയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഇതേമാതിരി ഇങ്ങനെ ഒരാളെ ആവശ്യമുണ്ട്, പാർട്ട്ണർ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. പിന്നെ ഞങ്ങളെ ക്യാരക്ടറും മൂപ്പർക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നി. ഒരുപാട് ആൾക്കാർ ഇതുപോലെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ സെലക്ട് ചെയ്ത് പിന്നെ ഇപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യവും ഒരാഗ്രഹവും എല്ലാം കൂടിയാണ്. ഒറ്റയടിക്കാൻ ഇത് മൊത്തം കാണാന്ന് പറഞ്ഞത്. ഈ സുഹൃത്തുക്കളെ കണ്ട അരുൺ അമൃതനാഥ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുണെ, പലരും ഈ ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണ്. അതിനുവേണ്ടി കാലങ്ങളായി പൈസയൊക്കെ കൂട്ടിവെച്ച് ഇരിക്കുന്നവരാണ്. ഈ നിമിഷം പോലും അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഈ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ അവരൊരു ഓട്ടോയിൽ പോകാൻ തീരുമാനിക്കുന്നു. അതിൽ സോളാർ സംവിധാനം, പൈസ, അങ്ങനെയൊക്കെ അവർക്ക് ചുരുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഓട്ടോ ഒരു ചില്ലറ ഓട്ടോ അല്ല, പുഷ് ബാക്ക് സീറ്റ്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അടിപൊളി ട്രിപ്പ് തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? സന്ധ്യ, ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 3 പേരെയും കണ്ട് അവരുടെ ഓട്ടോയും കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ ഭാഗമാകാൻ തോന്നി. പക്ഷേ നമ്മുടെ ജോലിയും നമ്മുടെ സാഹചര്യവും സമയമൊന്നും അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അത്തരത്തിലൊരു വലിയ പോസിറ്റിവിറ്റി ഉണ്ട് സന്ധ്യ. കാരണം അതിർവരമ്പുകളൊന്നും ഇല്ലാത്ത ഒരു സൗഹൃദം തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഈ സൗഹൃദത്തിൻ്റെ കഥയിൽ നിന്ന് കൂടി തുടങ്ങണം. ഈ സൽമാൻ ഇങ്ങനെ ഒരു ആശയത്തിലെത്തുന്നു, ഈ സോളാർ പാനൽ സംവിധാനമൊക്കെ വെച്ച് എല്ലാം സെറ്റപ്പാക്കി ഒരു ഓട്ടോ റെഡിയാക്കുന്നു. പിന്നീട് ഈ സുഹൃത്തുക്കളായൊന്നുമല്ല, ആദ്യമേ ഉള്ള സുഹൃത്തുക്കളായൊന്നുമല്ല പ്ലാൻ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരേ മൈൻഡുള്ള, ഇത്തരത്തിൽ യാത്രയോട് അമിതമായ പാഷനുള്ള ആളുകളെ തേടിയെത്തുകയാണ്. അങ്ങനെയാണ് ഈ 2 പേരെ പരിചയപ്പെടുന്നത്. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇവരെ കണ്ടുമുട്ടുന്നത്. അതായത് ജവാദും ഇബ്രാഹിമും ഈ യാത്രയ്ക്കൊപ്പം ഭാഗമായി. ഇനി ഇന്ത്യയെ അറിഞ്ഞുകൊണ്ട് ഒരു സന്ദേശം ഇന്ത്യക്ക് നൽകാനായിക്കൊണ്ട്, അത് ഉൾക്കൊള്ളാനായിക്കൊണ്ടൊക്കെയാണ് ഇവരുടെ യാത്ര എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, ഈ സ്ഥലങ്ങൾ കാണുക. അത്തരത്തിൽ ഒരു അനുഭവങ്ങളാണല്ലോ, ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. അനുഭവങ്ങളെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ 3 ചെറുപ്പക്കാർ ഒരു വെറും യാത്രയല്ല നടത്തുന്നത്, ഓട്ടോയിലൂടെ നാട്ടുകാർ, സാധാരണക്കാരുടെ പ്രിയങ്കരമായ
സ്വന്തമായ വാഹനമായ മുച്ചക്ര വാഹനത്തിലൂടെ ഈ 3 പേർ എന്തായാലും യാത്ര തുടങ്ങുകയാണ്. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു സന്ദേശം. അത്തരത്തിൽ വൈവിധ്യങ്ങളാണ് ഇന്ത്യയാകെ. മനുഷ്യരിലും അത്തരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ട്. ആ വൈവിധ്യങ്ങളിലും സമാന ചിന്താഗതികളുള്ളവരുണ്ട്. അത്തരത്തിലുള്ള 3 ചെറുപ്പക്കാരുടെ യാത്ര അവർ പോസിറ്റീവായി അടിപൊളിയായി എന്തായാലും രാജ്യം കറങ്ങി വരട്ടെ. ഒപ്പം നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കും പോകുന്നുണ്ട്. യാത്ര കഴിഞ്ഞ് അവർ അങ്ങനെ വരുമ്പോൾ അടിപൊളിയായി കറങ്ങി വരട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. അതോടൊപ്പം 150 ദിവസത്തെ യാത്രയാണ്. ഈ ഒരു യാത്ര അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ ഒക്കെ ആയിരിക്കും അവർക്ക് നൽകാൻ പോകുന്നത്. ജീവിതത്തിൽ എക്കാലവും ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു യാത്ര തന്നെയായിരിക്കും. എന്തായാലും ഈ സുഹൃത്തുക്കൾ ട്രിപ്പ് പോയി തിരിച്ചു വരുമ്പോൾ ആ കഥയും അരുൺ നമ്മളിലേക്ക് എത്തിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ശരി.